ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു കുക്കിംഗ് ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാം, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. അതാണ് നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ്. വളരെ സിമ്പിളാണ് കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ വേണ്ടോ, അത് വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ കുറച്ച് ചിക്കൻ എടുത്തിട്ട്, ബോൺലെസ് ചിക്കനാണ്, ഒരു 250 ഗ്രാം ചിക്കൻ ബോൺലെസ് എടുത്തിട്ട് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഈ 3 ഐറ്റംസും വെച്ചിട്ട് ഞാനാദ്യം വേവിച്ചെടുത്തു. എന്നിട്ട് പിന്നെ അത് നമ്മൾ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം, അത്രയേ ഉള്ളൂ കാര്യം. പിന്നെ കുറച്ച് പൊട്ടറ്റോസ് ഉണ്ടായിരുന്നു, അത് കുറച്ച് ഇതുപോലെ മാഷ് ചെയ്തെടുത്താട്ടോ, അതും കൂടി മിക്സ് ചെയ്യുക. നമ്മളതിന് മുമ്പ് ആദ്യമായിട്ട് കുറച്ച് സവോള നന്നായിട്ട് വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഓൾറെഡി എളുപ്പത്തിന് വേണ്ടി ചെയ്ത് വെച്ചാണ്. വഴറ്റി വെച്ച സവോളയ്ക്ക് നമ്മൾ ഈ പറയുന്ന മാഷ്ഡ് പൊട്ടറ്റോസ്, അത് പൊട്ടറ്റോ പറഞ്ഞാൽ ഒരു വലിയൊരു പൊട്ടറ്റോ മാത്രമേ എടുത്തിട്ടുള്ളൂ. പൊട്ടറ്റോ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈകൊണ്ട് ചെയ്യണമെങ്കിൽ കൈകൊണ്ട് ചെയ്യാം. എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ട് എല്ലാം പരച്ച് വെച്ച ചിക്കൻ, ഇതിൽ കൂടുതലായിട്ട് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, ജസ്റ്റ് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, കാരണം കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കാരണം അതിൽ കുറച്ച് കുരുമുളക് മാത്രമാണ് ഉള്ളൂ കേട്ടോ. കുരുമുളകും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ. നമ്മളതിൽ ചെറിയൊരു ഇഞ്ചിയുടെ പീസും വെച്ച് ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും പ്രത്യേകിച്ച് ചേർക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അങ്ങനെ കൈ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സവോളയിൽ ജസ്റ്റ് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. എരിവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മെയിനായിട്ട് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് മാത്രമാണ് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ബേക്കറി സ്റ്റൈൽ എന്നൊക്കെ പറയുമ്പോൾ അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്ത കാരണമാണ്, എരിവ് തീരെ പറ്റില്ല, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരുക്കി വയ്ക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ടോസ്റ്റ് ചെയ്യുക. ബ്രെഡ് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചത്. ടോസ്റ്റ് ഒന്ന് ജസ്റ്റ് നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഇതുപോലെ മിക്സറിൽ ജസ്റ്റ് ഒന്നൊരു കറക്കാം. അപ്പോൾ ഏകദേശം കണ്ടോ, ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അതും മാറ്റി വെച്ചു. അപ്പോൾ ബ്രെഡ് ക്രംസ് റെഡിയായി. നമ്മൾ ഓൾറെഡി അവിടെ നന്നായി കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ. പിന്നെ വേണ്ടത് 2 മുട്ടയാണ്. മുട്ടയിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും, ഇത് ഓപ്ഷണലാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി. നല്ലതായ കാരണം ഞാൻ കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഈ രണ്ടും ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. എഗ്ഗ് ബീറ്റ് ചെയ്ത് ഇതുപോലെ നന്നായി ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തു, ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി. പിന്നെ ഞാൻ നേരത്തെ കുഴച്ച് മാറ്റി വെച്ച ചിക്കൻ്റെ ഡൗ കുറച്ച് എടുത്തിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലത്തെ ഷേപ്പ് എടുക്കാം. ഹാർട്ട് ഷേപ്പ്, റൗണ്ട് ഷേപ്പ്, ഓവൽ ഷേപ്പ്, ട്രയാങ്കിൾ ഷേപ്പ്, കുട്ടികൾക്ക് എന്താ കഴിക്കുന്ന ഇഷ്ടപ്പെട്ട രീതി അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ പഠിച്ചാലും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് റൗണ്ടാണോ ഓവലാണോ സ്റ്റാർ ഷേപ്പാണോ എന്ത് ഷേപ്പാണെങ്കിലും കുഴപ്പമില്ല, ഏകദേശം ഇതുപോലെ ഉരുട്ടിയെടുക്കുക. പിന്നെ എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഇത് നമ്മുടെ ബ്രെഡ് ക്രംസിൽ മുക്കുക, മുട്ടയിൽ മുക്കുക, വീണ്ടും വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് മുക്കുക. എന്നിട്ട് പിന്നെ ജസ്റ്റ് നമ്മളൊരു പാൻ, അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊരു പാനിൽ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയായ കാരണം കോക്കനട്ട് ഓയിൽ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ മുക്കിയത് നമ്മൾ ഡയറക്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഷാലോ ഫ്രൈ ആണ് ഓപ്ഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് ഏകദേശം 2 സൈഡ് ഒരു ബ്രൗൺ ആകുമ്പോൾ മാറ്റുക, പിന്നെ സെർവ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.